ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ നോമ്പ് കാലത്തിൽ കുറേ വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന ഒരു ഭക്താനുഷ്ഠാനമാണ് നമ്മുടെ കുരിശിൻ്റെ വഴി. സാധാരണഗതിയിൽ കുരിശിൻ്റെ വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പീലാത്തോസ് ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലുവാൻ വിധിക്കുന്ന നിമിഷം മുതൽ ഈശോ ഒരു കുരിശൻ ചുമന്നുകൊണ്ട് ഗാഗുൽത്തയിലേക്ക് നടത്തുന്ന ആ യാത്ര, ഗാഗുൽത്തായിലെത്തി അവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ മരിച്ച് പിന്നീട് സംസ്കരിക്കപ്പെടുന്നു. അതോടുകൂടി അത്രയുമാണ് ഈ കുരിശിൻ്റെ വഴി എന്നാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക. എന്നാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് തൻ്റെ ജീവിതമായിരുന്നു. ആ ജീവിതം ആരംഭിക്കുന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ്. കാലിത്തൊഴുത്തിൽ പിറന്നു വീണ നിമിഷം മുതൽ ഈശോയുടെ കുരിശിൻ്റെ വഴി ആരംഭിച്ചു. അത് പൂർത്തീകരിക്കപ്പെടുന്നത് കല്ലറയിൽ നിന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ്. അങ്ങനെ ജനനം മുതൽ ഈശോയുടെ ഉയർപ്പ് വരെയുള്ള ഈശോയുടെ ഈ ലോക ജീവിത കാലഘട്ടം ആണ് ഈശോയെ സംബന്ധിച്ചിടത്തോളം കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. കുരിശ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ ഒരു അർത്ഥമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇത് കുരിശിൻ്റെ വഴിയല്ല, ഇത് ക്രൂശിതൻ്റെ വഴിയാണ്. ക്രൂശിതൻ നടന്നു നീങ്ങിയ വഴിയാണ്, ക്രൂശിതൻ്റെ ജീവിതയാത്രയാണ്. അത് ആ അർത്ഥത്തിൽ മനോഹരമായി വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ശ്രീവാപ്പാത എന്നുള്ളത്. ശ്രീവാപ്പാത എന്ന് പറയുമ്പോൾ ക്രൂശിതനായ ഈശോയുടെ ആ ജീവിതപാത എന്നാണ് മനസ്സിലാക്കുക. ക്രൂശിതനായി മരിച്ച് ഉയർത്ത ആ ഈശോയെ സൂചിപ്പിക്കുന്നതാണ്, ഈശോയുടെ ആ ജീവിതപാതയെ സൂചിപ്പിക്കുന്നതാണ് ശ്രീവാപ്പാത എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറയുണ്ടായി, തൻ്റെ ജനക്കൂട്ടത്തോട് ഈശോ ഒരിക്കൽ പറയുണ്ടായി, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. ഈശോയുടെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, ഈശോയിലുള്ള നമ്മുടെ ജീവിതം, ഈശോയെ നമ്മൾ അനുഗമിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഉള്ള ആ ജീവിതയാത്രയാണ് സൂചിപ്പിക്കുക. നമ്മൾ എന്നാണ് ഈശോയുടെ പിന്നാലെ പോകാൻ തുടങ്ങിയത്? നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈശോയുടെ പിന്നാലെ, ഈശോയെ അനുധാവനം ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ മാമോദീസ മുതലാണ്. മാമോദീസായിലാണ് നമ്മൾ ഈശോയിലുള്ള വിശ്വാസം ഏറ്റുവാങ്ങി ഈശോയെ രക്ഷകനായി സ്വീകരിച്ച് ആ ഈശോയെ ഞങ്ങൾ പിന്തുടരുന്നു എന്നുള്ള തീരുമാനമെടുക്കുന്നത് മാമോദീസായിലാണ്. നമുക്ക് ശിശുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തലതുടന്നവരും മാതാപിതാക്കളും ഒക്കെ ആ പ്രതിജ്ഞ എടുക്കുന്നു. അന്ന് മുതൽ ആരംഭിക്കുന്നതാണ് നമ്മുടെ ശ്രീവാപ്പാത, നമ്മളെ സംബന്ധിച്ചോളം ഈ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത്. മാമോദീസ എന്ന് പറയുന്നത് ഈശോയുടെ സഹനത്തിലും മരണത്തിലും സംസ്കാരത്തിലും ഉയിർപ്പിലും ഉള്ള പങ്കാളിത്തമാണ്. അതാണ് മാമോദീസായുടെ അർത്ഥം. അപ്പോൾ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ ആരംഭിക്കുന്നതാണ് ഈശോയെ അനുധാവനം ചെയ്യുന്ന ഈ യാത്ര. അതായത് ഈശോയുടെ സഹനത്തിലും മരണത്തിലും സംസ്കാരത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്.
ഈശോയുടെ ജീവിതത്തിലെ കുരിശിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിലുടനീളം ഈശോയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ഉദാഹരണങ്ങളും നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈശോ തൻ്റെ 30-ാമത്തെ വയസ്സിൽ പരസ്യജീവിതം ആരംഭിച്ചു. ആ പരസ്യജീവിതം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അതിനുള്ള ഒരുക്കമായിട്ട് ഈശോ മരുഭൂമിയിലേക്ക് പോയി. അവിടെ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു അനുസ്മരണമാണല്ലോ നമ്മൾ ഈ വലിയ നോമ്പിൽ നടത്തുന്നത്. നമ്മളും അത് അനുകരിക്കുകയാണ്. ഈശോയുടെ ആ 40 ദിവസത്തെ ഉപവാസ ദിനങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളും ഈ വലിയ നോമ്പ് ആചരിക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം ഈശോ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായിരുന്നു. സാത്താൻ ഈശോയെ പരീക്ഷിക്കുവാൻ എത്തിയിരുന്നു. എന്തിനു വേണ്ടിയാണ് എന്താണ് സാത്താൻ പരീക്ഷിച്ചത്? ഈശോയെ എങ്ങനെയെങ്കിലും ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിതാവ് ഏൽപ്പിച്ച ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഈശോയെ പിന്തിരിപ്പിക്കണം. കാരണം ഈശോ പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചാൽ തൻ്റെ പിടിയിൽ നിന്ന് ഈ ജനം മുഴുവൻ പോകും, പിടിവിട്ടു പോകും. അങ്ങനെ സാത്താൻ്റെ അടിമത്തത്തിൽ, പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ജനതയെ മോചിപ്പിക്കുവാൻ പിതാവ് അയച്ചതാണ് പുത്രനെ. ആ പുത്രൻ എങ്ങനെയാണ് ഈ ജനത്തെ മോചിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായി അറിയുവാൻ, പിതാവിനോട് ചോദിക്കുവാൻ വേണ്ടിയാണ് ഈശോ 40 ദിവസം ഏകാന്തമായ പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങിയത്. അവിടെ 40 ദിവസത്തെ പ്രാർത്ഥന ധ്യാനത്തിനു ശേഷം ഈശോയ്ക്ക് വ്യക്തമായി മനസ്സിലായി ദൗത്യം എന്താണ്, എങ്ങനെയാണ് ഈ ദൗത്യം നിറവേറ്റേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഈശോയെ പിന്തിരിപ്പിക്കണം. ആ ദൗത്യ നിർവഹണം എങ്ങനെ, ഏത് രീതിയിലായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള സൂചനയും ഈശോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് സഹനത്തിൻ്റെ ഒരു പാതയായിരിക്കും എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. സഹനത്തിൻ്റെ ഒരു പാതയാണ്, അത് പിതാവിൻ്റെ ഹിതമായിരുന്നു. അപ്പോൾ ഈശോ സഹിച്ച് ഈ ദൗത്യം നിർവഹിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പിശാച് പരാജയപ്പെടും. ആ സഹനത്തിൽ നിന്ന് ഈശോയെ പിന്തിരിപ്പിക്കുക, ആ സഹനത്തെ ഭയപ്പെടുത്തുക, എന്നിട്ട് സുഖജീവിതത്തിൻ്റെ ഒരു ആകർഷണം നൽകി അതിലേക്ക് ഈശോയെ നയിക്കുക. കല്ലപ്പമാക്കാൻ പറഞ്ഞപ്പോഴും ഗോപുരത്തിന് മുകളിൽ ചാടുക, നിനക്ക് യാതൊരു പരിക്കും സംഭവിക്കുകയില്ല, മാലാഖമാർ താങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോഴുമൊക്കെ തൻ്റെ ദൈവികമായ അത്ഭുത സിദ്ധി ഉപയോഗിച്ച് എല്ലാവരെയും ആകർഷിക്കുവാനുള്ള ഒരു പ്രേരണ പിശാച് നൽകുകയായിരുന്നു. അങ്ങനെ സഹനത്തിൽ നിന്ന് ഈശോയെ പിന്തിരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഈശോ അതിന് വഴിപ്പെട്ടില്ല. അതുപോലെ തന്നെ ഈശോ തൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ധാരാളം പേര് ഈശോയെ പിന്നാലെ പോയി, ഈശോയെ കേട്ടു. എന്നാൽ ചിലർ ഈശോയെ തിരസ്കരിച്ചു. പ്രത്യേകിച്ച് അന്നത്തെ മത നേതാക്കൾ ഈശോയ്ക്കെതിരായി ഇവനെ എങ്ങനെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഈശോയുടെ മേൽ ഒത്തിരി വ്യാജമായ കുറ്റാരോപണങ്ങൾ നടത്തി. ഈശോ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ഈശോയ്ക്ക് പിശാചുണ്ട് എന്നവർ ആരോപിച്ചു. ഈശോ റോമ ചക്രവർത്തിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവനാണ്, ജനത്തെ ഇളക്കുന്നവനാണ്, റോമൻ അധികാരത്തെ ധിഖരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു ഈശോയ്ക്കെതിരായ ദുരാരോപണം നടത്തി. അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോയ്ക്ക് വേദനയുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈശോയുടെ കുരിശിൻ്റെ ഭാഗമായിരുന്നു. താൻ ഏതു ജനത്തിനും, ആർക്കു വേണ്ടിയാണോ താൻ ഈ ലോകത്തിലേക്ക് വന്നത്, ആർക്കു വേണ്ടിയാണോ താൻ സഹിക്കാൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്, ആ ജനം എന്നെ തള്ളിപ്പറയുന്നു, എന്നെ തിരസ്കരിക്കുന്നു, എന്നെ ഭ്രാന്തനായി ചിത്രീകരിക്കുന്നു, എന്നെ പിശാചുബാധിതനാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈശോയ്ക്ക് വേദനയുണ്ടായിട്ടുണ്ട്. തൻ്റെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും, തൻ്റെ ബന്ധുമിത്രാദികൾ പോലും ഈശോയെ അവിശ്വസിച്ചു. അതൊക്കെ ഈശോയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഈശോ തൻ്റെ ഏറ്റവും വലിയൊരു സത്യം വെളിപ്പെടുത്തിയപ്പോൾ, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാണ് എന്നൊക്കെ പറഞ്ഞ് താൻ സ്ഥാപിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉള്ള ഒരു മുന്നറിയിപ്പ് നൽകിയപ്പോൾ, താനാണ് യഥാർത്ഥ ജീവൻ്റെ അപ്പമെന്ന് അവരെ അറിയിച്ചപ്പോൾ, തൻ്റെ ജനക്കൂട്ടം മുഴുവൻ ഈശോയെ വിട്ടുപോവുകയാണ്.
അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈശോ അപ്പം വർദ്ധിപ്പിച്ച് അവരെല്ലാം തീറ്റിപ്പോറ്റത്. ആയിരക്കണക്കിന് ആൾക്കാർ ഈശോ വർദ്ധിപ്പിച്ച അപ്പം തിന്ന് സംതൃപ്തരായി. ഈ ഈശോയെ രാജാവാക്കണമെന്ന് പോലും അവർ ആഗ്രഹിച്ചു. അതേ ജനക്കൂട്ടമാണ് ഈ സത്യം തുറന്നു പറഞ്ഞപ്പോൾ, എൻ്റെ ശരീരം ആണ് സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തമാണ് സാക്ഷാൽ പാനീയം, ഇത് ഭക്ഷിക്കുകയും പാനീയുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കില്ല എന്ന സത്യം തുറന്നു പറഞ്ഞപ്പോൾ അവരെല്ലാം വിട്ടുപോവുകയാണ്. അവസാനം ശേഷിച്ചത് ശിഷ്യന്മാർ മാത്രമാണ്. ആ 12 ശിഷ്യന്മാർ മാത്രമാണ് അവശേഷിച്ചത്. ഈശോ വേദനയോടുകൂടി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകുന്നുവോ? അപ്പോൾ നോക്കുക, ഈശോയ്ക്ക് ഉണ്ടായ വേദന എത്ര വലുതായിരിക്കുമെന്ന്. ഈ ജനക്കൂട്ടത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി വന്ന ഈശോ, പക്ഷേ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എങ്കിലും ആ ശിഷ്യന്മാർ ഈശോയെ പിന്നാലെ തുടർന്നു. ഇങ്ങനെയുള്ള ജീവിതത്തിലുടനീളമുള്ള തിരസ്കരണങ്ങളുടെ വ്യാജ കിട്ടാരോപണങ്ങളുടെ ഒക്കെ ബലിയാടായിരുന്നു ഈശോ. നിരന്തരം അത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈശോ ഒരിക്കലും തളർന്നില്ല, ഭയപ്പെട്ടോ ഓടിയില്ല, ഒളിച്ചില്ല. പിന്നെ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ സമയമായപ്പോൾ, അതിൻ്റെ പരിസമാപ്തിയിലെത്തിയപ്പോൾ ഈശോ ആ തിരുവത്താഴത്തെ കുറിച്ചൊക്കെയുള്ള കാര്യം നമുക്കറിയാമല്ലോ. പെസഹ ആഴ്ചയിൽ അനുസ്മരിക്കുന്ന ആ ദിവ്യ രക്ഷാ രഹസ്യങ്ങൾ, അവിടെ ആ പെസഹായുടെ അവസരത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഓരോ കാര്യങ്ങൾ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പോലും മറ്റു ചിന്തകളുമായിട്ടൊക്കെ വരുന്ന കാര്യം ഈശോയ്ക്ക് അറിയാം. താൻ ഏറെ സ്നേഹിച്ച യോഹന്നാനും യാക്കോബും ഒക്കെ ആഗ്രഹിച്ചെന്തായിരുന്നു? വലിയ സ്ഥാനമാനങ്ങളായിരുന്നു. അങ്ങനെ ഈ ഭൗതികമായ അധികാരമാണ് ശിഷ്യന്മാരിൽ പോലും പലരും ആഗ്രഹിച്ചത്. അതൊക്കെ ഈശോയെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈശോ തിരുത്തി കൊടുത്തു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഈ അധികാരത്തിൻ്റെയൊക്കെ അർത്ഥം എന്നാണ് തിരുത്തി കൊടുത്തു. അവരുടെ കാല് കഴുകിക്കൊണ്ട് ഈശോ അവരെ ഒരു പാഠം പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഈശോ നിരവധിയായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് തൻ്റെ ദൗത്യം നിറവേറ്റുക. അവസാനം സംഭവിച്ചത് എന്താണ്? ഈശോ ഒറ്റക്കൊടുക്കപ്പെട്ട് കുരിശം വഹിച്ചുകൊണ്ട് പോകുന്ന ആ വിചാരണയൊക്കെ സമയത്ത് പിലാത്തോസിൻ്റെ കരമനയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യൂദാസ്, പ്രിയപ്പെട്ട ശിഷ്യൻ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു ഈശോയെ. എന്തൊരു വേദനയാണ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്. അതിന് മുമ്പായിട്ട് ആ തിരുവത്താഴത്തിന് ശേഷം ഈശോ എങ്ങോട്ടാണ് പോയത്? ഗെത്സമേൻ തോട്ടത്തിലേക്കാണ് പോയത്. എന്തിനു വേണ്ടിയാണ്? തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ അവസാന മണിക്കൂറുകൾ ആയിരിക്കുന്നു. ഇനി താൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? പിതാവിൻ്റെ ഹിതം അറിയണം. അതിനുവേണ്ടി ഗെത്സമേൻ തോട്ടത്തിലേക്ക് ഈശോ പോവുകയാണ്. അവിടെ ഏകനായി ഈശോ പ്രാർത്ഥിക്കുന്നു. തന്റെ ശിഷ്യന്മാരെ അല്പം മാറ്റി നിർത്തിയിട്ട് പിതാവിൻ്റെ അടുത്തിരുന്ന് അപ്പ എന്ന് വിളിച്ച് ഈശോ പ്രാർത്ഥിക്കുക. അപ്പ, കഴിയുമെങ്കിൽ ഇതെന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരു ശിശു തന്നെ സ്നേഹിക്കുന്ന, താൻ സ്നേഹിക്കുന്ന അപ്പനെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്? അപ്പ അപ്പ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് പോലെ ഈശോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പ, അബ എന്ന് പറഞ്ഞു. അറമായ ഭാഷയിൽ ആബ, അപ്പ എന്നാണ് എൻ്റെ അർത്ഥം. അതൊരിക്കലും യഹൂദരെ ഉപയോഗിച്ചിരുന്ന വാക്കല്ല. ഇത്രയും അടുത്ത ബന്ധത്തിൽ ദൈവത്തെ ഇപ്രകാരം ഒരു അപ്പനെ പോലെ കണ്ട് ശിശുസഹജമായ നിഷ്കളങ്കതയോടെ മനസ്സ് തുറന്ന് ചോദിക്കുന്ന ആ തരത്തിലുള്ള ബന്ധം, അത് ഈശോയാണ് ആദ്യമായിട്ട് ദൈവത്തെ അപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത്. അങ്ങനെ ആ ബന്ധം, ഈ ദൈവവുമായുള്ള ആഴമായ ബന്ധം ഈശോയ്ക്ക് ആവശ്യമായിരുന്നു. ആ സമയത്ത് ശക്തി കിട്ടാൻ വേണ്ടി. അതോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് തന്നോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചു ഈ വേദനയുടെ നിമിഷങ്ങളിൽ. കാരണം രക്തം വിയർക്കുമ്പോഴും ഈശോ ഹൃദയവേദന അനുഭവിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖം അനുഭവിക്കുന്നു എന്ന് ഈശോ ശിഷ്യനോട് പറയുണ്ടായി. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, പ്രലോഭനത്തിൽ വിടാതിരിക്കുവാൻ എന്നൊക്കെ ഈശോ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അവർ ഉറങ്ങുകയായിരുന്നു. ഇതൊക്കെ ഈശോ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം തൻ്റെ ശിഷ്യന്മാർ ഉറ്റിക്കൊടുക്കപ്പെട്ട് തൻ്റെ ശിഷ്യന്മാരെല്ലാം
ഓടിപ്പോകുന്നു, ചിതറിപ്പോകുന്നു. ഈശോ ഏകനായി അവിടെ കഴിയുന്നു. അങ്ങനെ ആ ഏകാന്തത, ഈശോയുടെ ആ വേദനയുടെ നടുവിൽ അല്പം ആശ്വാസം നൽകേണ്ടത് ആ ശിഷ്യന്മാരായിരുന്നു. അവരുടെ ആ സാന്നിധ്യം, അവരുടെ ആ സൗഹൃദം ഈശോയ്ക്ക് ആവശ്യമായിരുന്നു. പക്ഷേ അതുപോലും കിട്ടിയില്ല. അങ്ങനെ ആ വേദനയുടെ തീവ്രമായ വേദനയുടെ നടുവിൽ ഏകനായി ഈശോ സഹിക്കുക. അങ്ങനെ ദീർഘനേരം വീണ്ടും പ്രാർത്ഥിച്ചു. പിതാവിൻ്റെ അടുത്ത് ദീർഘനേരം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനം ഈശോ ശക്തനായി തിരിച്ചു വരികയാണ്. അവിടെ എന്നിട്ട് തിരിച്ചു വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഉറങ്ങിയത് മതി, നമുക്ക് എഴുന്നേക്കാം. യഥാ എന്നെ ഒറ്റിക്കെടുക്കുന്നവൻ ഇവിടെ അടുത്തെത്തിയിരിക്കുന്നു, എന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നവൻ ഇവിടെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടുകൂടെ അവരെ സമീപിക്കുക. യൂദാസ് പടയാളികളോടുകൂടെ കൂടി വന്നെത്തുകയാണ്. അങ്ങനെ അവരെ ഈശോ നേരിടുകയാണ്. ഈശോ ഒളിച്ചു പോയില്ല, ഓടിപ്പോയില്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ ആ രാത്രിയിൽ രക്ഷപ്പെടാമായിരുന്നു. ആരും കാണാതെ ഈശോയ്ക്ക് അവിടെ ഒന്ന് പോകാമായിരുന്നു. പക്ഷേ ആ സഹനത്തെ, അതായിരുന്നു സാത്താൻ ആഗ്രഹിച്ചതായിരുന്നു. ഇവൻ ഇവിടുന്ന് ഓടിപ്പോകണം, ഈ കുരിശ് വഹിക്കാതെ, ഈ സഹനം ഏറ്റെടുക്കാതെ ഇവനെ ഓടിക്കണം. അതാണ് സാത്താൻ ആഗ്രഹിച്ചത്. അങ്ങനെ സാത്താൻ തൻ്റെ വേദനയെ ഭീകരമായി ചിത്രീകരിച്ച് ഈശോയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈശോ വഴിപ്പെട്ടില്ല. പിതാവേ, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. സാത്താൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പിതാവിൻ്റെ ഹിതം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്ന് ഈശോയെ ശക്തിപ്പെടുത്തി, ധൈര്യപ്പെടുത്തി. മാലാഖമാരോട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ദൈവത്തിൽ നിന്ന് കിട്ടിയ ശക്തി, ആ പ്രാർത്ഥനയിലൂടെ കിട്ടിയ ആ ശക്തിയിലാണ് ഈശോ തൻ്റെ അവസാനത്തെ സഹന മണിക്കൂറുകളെ നേരിടുന്നത്. അങ്ങനെ യൂദാസിന് തന്നെ ഒറ്റിക്കൊടുക്കുന്നു, ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുക്കുന്നു. ഈശോ തന്നെ കൈയാളിക്കുകയാണ് അവർക്ക്. ആ പടയാളികൾ ഈശോയെ പിടിച്ചു. അങ്ങനെ പിന്നീടുള്ള ആ സഹനത്തിൻ്റെ നിമിഷങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ ആ സഹനത്തിൻ്റെ കാസ അവസാനം വരെ കുടിച്ചു തീർക്കുകയാണ് ഈശോ. അവസാന തുള്ളി വരെ കുടിച്ചു തീർക്കുകയാണ്. ഈശോയ്ക്ക് അല്പം ഒരു ആശ്വാസം കിട്ടാനുള്ള പാനീയം കൊടുത്തിട്ട് അതുപോലും നിഷേധിച്ചു. അങ്ങനെ അല്പം പോലും ഒരു ആശ്വാസം ലഭിക്കാതെ ഈശോ ആ സഹനത്തിൻ്റെ ആ കാഠിന്യം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ സഹനത്തിലൂടെയാണ് ഈശോ സാത്താനെ പരാജയപ്പെടുത്തിയത്. അതാണ് കുരിശിൻ്റെ അർത്ഥം. സാത്താനെ പരാജയപ്പെടുത്തിയത് ഈ സഹനത്തിലൂടെയാണ്. ആ സഹനത്തിലൂടെ തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. പിതാവ് തന്നെ ഉയർപ്പിച്ചു. ഈശോയുടെ സഹനം അർത്ഥവത്താണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ആ സഹനം പരാജയമല്ല, അത് വിജയമായിരുന്നു തെളിയിക്കപ്പെടുകയാണ് ഈശോയുടെ ഉത്ഥാനത്തിലൂടെ. അവിടെയാണ് ഈശോയുടെ കുരിശിൻ്റെ ശ്രീവാപ്പാത അവസാനിക്കുന്ന അവിടെയാണ്. അപ്പോൾ ഈ ശ്രീവാപ്പാത പരാജയത്തിലേക്കുള്ള, മരണത്തിലേക്കുള്ള ഒരു വഴിയല്ല, അത് ജീവനിലേക്കുള്ള വഴിയാണ്. അത് നിത്യതയിലേക്കുള്ള വഴിയാണ്, നിത്യജീവനിലേക്കുള്ള വഴിയാണത്. അപ്പോൾ മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കുള്ള ഒരു കടന്നുപോകലാണത്. സഹനത്തിൽ നിന്ന് സഹനമില്ലായ്മയിലേക്കുള്ള കടന്നുപോകലാണ്. അതാണ് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലാണത്. ഇതാണ് ഈശോയുടെ ശ്രീവാപ്പാത എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പെസഹ എന്ന് വിളിക്കുന്നത്. പെസഹ എന്ന് പറയുന്നത് ഇതാണ്, ഈ കടന്നുപോകലാണ്. ഈശോയുടെ ജൈത്രയാത്രയാണത്. പക്ഷേ ആ ജൈത്രയാത്രയുടെ അത് വിജയമായി തീരുവാൻ അതിനു മുമ്പ് ഈ സഹനത്തിൻ്റെ കാസ കുടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ ജനനം മുതൽ ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് വേദന, നമ്മുടെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി എന്തുമാത്രം സഹിക്കേണ്ടി വരുന്നുണ്ട്. ഓരോരുത്തർക്കും ലഭിച്ച ജൈവവിളി, ആരുമായിക്കോട്ടെ, കുടുംബജീവിതമാകട്ടെ, സന്യാസ ജീവിതമാകട്ടെ, സമർപ്പിത ജീവിതമാകട്ടെ, മറ്റേതെങ്കിലും പദവികൾ ഉള്ളതാകട്ടെ, അത് രാഷ്ട്രീയമാകട്ടെ, കാർഷികമാകട്ടെ, ഏത് മേഖലയിൽ വ്യാപരിക്കുന്നവർക്കും സഹനമുണ്ട്, അതിൻ്റെതായ സഹനമുണ്ട്. പക്ഷെ അവിടെയൊക്കെ സത്യസന്ധമായിട്ട് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ പോവുകയാണ്. അല്ലാതെ ഏതാനും മണിക്കൂർ നേരത്തെ ഈശോയുടെ സഹനത്തിനെ കുറിച്ച് ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നമ്മളും ഏതാനും മണിക്കൂറുകൾ ഒരു യാത്ര നടത്തിയോണ്ട് മാത്രം നമ്മൾ കുരിശിൻ്റെ വഴിയാകിയല്ല. നമ്മുടെ ജീവിതത്തെ
കുരിശിൻ്റെ വഴിയാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തെ ശിവാപാതയാക്കി മാറ്റണം. നമ്മുടെ അന്യൂനന്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ നമുക്ക് നേരിടുന്ന തിരസ്കരണങ്ങളെ, അവഗണനങ്ങളെ ഇതിനൊന്നും മുമ്പിൽ പതറിപ്പോകാനിടയാവരുത്. അവിടെ ആരൊക്കെ എന്നെ ദ്വേഷിച്ചാലും അവനെ സ്നേഹിക്കാൻ സാധിക്കണം. അങ്ങനെയാണ് ഈശോ സാത്താനെ പരാജയപ്പെടുത്തത്. തൻ്റെ ഘാതകർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. കുരിശിൽ കിടന്നപ്പോഴും തന്നെ പീഡിപ്പിക്കുന്നവർക്ക് കൂടി ഈശോ പ്രാർത്ഥിച്ചു, താപേ ഇവരോട് ക്ഷമിക്കണമേ. അവിടെയാണ് സാത്താൻ പരാജയപ്പെട്ടത്. സാത്താൻ്റെ ചിന്ത എന്താണ്? പ്രതികാരം ചെയ്യുക, എന്നെ ഉപദ്രവിച്ചതിനെ നശിപ്പിക്കുക. അതാണ് സാത്താൻ്റെ ഉപദേശം. പക്ഷേ നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുക, സ്നേഹം കൊണ്ട് വിദ്വേഷത്തെ കീഴടക്കുക, ഇതാണ് ദൈവത്തിൻ്റെ മാർഗം. അങ്ങനെയാണ് ഈശോ സാത്താനെ പരാജയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഈ അനുഷ്ഠാനം അർത്ഥവത്തായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഈശോ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കണം. എന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാൻ, എന്നെ ചീത്ത പറയുന്നവരോട് നല്ല വാക്ക് പറയുവാൻ, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് വിദ്വേഷമില്ലാതെ, അസൂയയില്ലാതെ, അഹന്തയില്ലാതെ എല്ലാവരെയും കൂടെ കൊണ്ടു നടക്കുവാൻ ഒക്കെയുള്ള ആ ഒരു സന്നദ്ധത, ഇതാണ് നമ്മുടെ സഹനം എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരിക. നമുക്ക് മാനസികമായി അകൽച്ചയുള്ള ഒരാളിനോട് സ്നേഹപൂർവ്വം സംസാരിക്കുക, നമ്മൾ ക്ഷമിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ സഹനം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ശ്രീവാപ്പാത ഇവിടെ അനുഭവങ്ങൾ. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഈ അനുഷ്ഠാനത്തിനൊക്കെ അർത്ഥം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശിവാപ്പാതയാക്കി മാറ്റുവാൻ ശ്രമിക്കാം. ഈശോയോട് ചേർന്നല്ലാതെ നമ്മുടെ സഹനത്തിന് യാതൊരു അർത്ഥവുമില്ല. ഈശോയിൽ വിശ്വസിക്കാത്ത, ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാത്ത ഒരു സഹനത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ സഹനത്തെ ഈശോയിൽ സമർപ്പിക്കുക, ഈശോയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെയും ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട് ഈശോ അതല്ലേ, അതിനുവേണ്ടിയല്ലേ, നമ്മുടെയും ലോകത്തിൻ്റെയും പാവപരിഹാരത്തിന് വേണ്ടിയാണ് ഈശോ സഹിച്ചത്. അതുപോലെ നമ്മുടെ സഹനത്തെയും ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ തിന്മകൾക്കും പരിഹാരമായിട്ട് യുദ്ധവും മറ്റേ ക്രൂരതകളും കൊലപാതകങ്ങളും എല്ലാം നടക്കുന്നു. ഇവയ്ക്കെല്ലാം പരിഹാരമായിട്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ സഹനത്തെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനത്തിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കുമ്പോൾ കർത്താവിൻ്റെ ഉയിർപ്പിലും നമുക്ക് പങ്കാളിത്തം കിട്ടും. അങ്ങനെയുള്ള ഉയർപ്പാഘോഷത്തിന് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപാവരം നമുക്ക് എല്ലാവർക്കും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.